ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതി ആഷിഖ് ജോൺസനെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ ബിജുവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിരുന്നു. ബിജുവിന്റെ കൈയിലും കാലിലും കുത്തി മുറിവേൽപ്പിച്ചെന്ന് പ്രതി ആഷിഖ് ജോൺസൺ മൊഴി നൽകിയിട്ടുണ്ട്. പി എ സാഗർ വിവരങ്ങളുമായി. സാഗർ, ഈ ക്രൂരമായ പീഡനത്തിന് കാര്യം സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നെങ്കിലും അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷമാണ് ആ കൊലപാതകം ഉള്ളത് എന്നാണോ ഈ മൊഴിയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അത്തരത്തിലൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് ഇവർ കൊലപ്പെടുത്തിയതെന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇന്നലെ ഈ ഇതിലൊരു പ്രതിയായ ആഷിഖ് ജോൺസനെ തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പിൽ ഈ കൊല്ലപ്പെട്ട ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തി. ഈ രണ്ടാം പ്രതി ആഷിഖ് ജോൺസണുമായി നടത്തിയ തെളിവെടുപ്പിലാണ് ഇത്തരൊരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ ബിജു കൊലക്കേസിലെ രണ്ടാം പ്രതിയായ ആഷിഖ് ജോൺസന്റെ അറസ്റ്റ് ഇന്നലെയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇയാൾ കാപ്പ കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഈ ആഷിഖ് ഇന്നലെ തൊടുപുഴ പോലീസ് എത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് തൊടുപുഴയ്ക്ക് കൊണ്ടുവന്നതും മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും തുടർന്നതും ഇയാളെ ബിജുവിന്റെ മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ബിജുവിന്റെ മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടിരുന്നു. ഈ മുറിവുകളെ പറ്റി അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ബിജുവിന്റെ കൈയിലും കാലിലും കുത്തിയതായി ആഷിഖ് ജോൺസൺ സമ്മതിച്ചത്. തുടർന്ന് ഈ ബിജു കൊല്ലപ്പെട്ട കലേന്താനിയിലെ കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ എത്തിച്ച് ആഷിഖ് ജോൺസൺ എന്ന തെളിവെടുപ്പ് നടത്തി. ഈ തെളിവെടുപ്പിലാണ് ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത്. ഈ കത്തിയിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. കത്തി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ പ്രതികളായ ആഷിഖും മുഹമ്മദ് അസ്ലമും ചേർന്ന് നടത്തിയ മർദ്ദനവും ബിജു ജോസഫിന്റെ മരണത്തിന് കാരണമായിട്ടുണ്ട്. ഒറ്റയ്ക്കും മറ്റും പ്രതികൾക്കൊപ്പം ഇരുത്തിയും ഈ ആഷിഖിനെ ചോദ്യം ചെയ്യൽ തുടരും. മറ്റു പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അവരെ കോടതിയിൽ ഹാജരാക്കും. ആഷിഖിനെ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പും ഇന്നും നാളെയും തുടരും. ശ്രീജ, ശരി. സാഗറാണ് വിവരങ്ങൾ നൽകിയത്.